ദേവമംഗൾ അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതരുടെ 2025 ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവെ ഗുണകരമായി കാണുന്നുവെങ്കിലും ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലങ്ങളുണ്ടാക്കും. ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായിരിക്കില്ല. എതിർലിംഗത്തോട് കാണിക്കുന്ന അടുപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപവാദങ്ങൾക്ക് ഇടവരുത്തും. വിവാഹപ്രായമായവർക്ക് ഇഷ്ട പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയും. കലാരംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും പൊതുവെ നല്ല സമയമായിരിക്കും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യം കൈവരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ബിസിനസ്സുകാർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം കൈവരും. മാതൃസ്വത്ത് സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുമെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും അഭികാമ്യം. സുഹൃത്ത് ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ സംഭവിച്ചേക്കാൻ സാധ്യത കാണുന്നു. കർമ്മരംഗത്തുള്ളവർക്ക് അധ്വാനഭാരം വർദ്ധിക്കും. ഭരണി നക്ഷത്ര ജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ എന്തോ ഒരു സന്തോഷമില്ലായ്മ അനുഭവപ്പെടും. കുടുംബസ്വത്ത് സംബന്ധിച്ച ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. മാതാപിതാക്കളുമായോ കുടുംബത്തിലോ മുതിർന്നവരുമായോ സ്വരച്ചേർച്ചയില്ലായ്മ അനുഭവപ്പെടും. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും എങ്കിലും കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ നന്നെ കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകും. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹസാഫല്യം കൈവരും. തൊഴിൽ രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കാർത്തിക നക്ഷത്ര ജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കലാസാഹിത്യ രംഗത്തുള്ളവർക്കും അധ്യാപക രംഗത്തുള്ളവർക്കും അംഗീകാരവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാവും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും പ്രശംസയും കിട്ടും. അപ്രതീക്ഷിത ധനയോഗം കാണുന്നു. എങ്കിലും യാത്രാവേളയിൽ ധനനഷ്ടത്തിന് ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ചിരുന്ന വിഷയത്തിന് പ്രവേശനം ലഭിക്കും. വിദേശ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗം കാണുന്നു. വിവാഹപ്രായമായവരുടെ പ്രണയ വിവാഹ സൗഭാഗ്യങ്ങൾ സാഫല്യമാകും. അശ്വതി നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാസാന്ത്യം പകുതി വരെ ഗുണകരമായി കാണുന്നുവെങ്കിലും പിന്നീടുള്ള ഭാഗം അത്ര ഗുണകരമായിരിക്കില്ല. സ്വജനങ്ങളിൽ നിന്ന് മനോവിഷമമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും ഉറ്റമിത്രങ്ങളിൽ നിന്നും. ഗ്രഹത്തിൽ നിന്നും പലവിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് പലവിധത്തിലുള്ള പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും ഉയർച്ചയും ധനലാഭത്തിനും സാധ്യത കാണുന്നു. കലാരംഗത്തുള്ളവർക്ക് അംഗീകാരത്തിനും ധനലാഭത്തിനും സാധ്യത കാണും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗം കാണുന്നു. അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാനുള്ള സാഹചര്യവും ഉണ്ടാകും. ഭരണി നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമായിരിക്കും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും അവരുടെ ശ്രേയസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യും. കുടുംബസ്വത്ത് അനുഭവയോഗ്യമാകും. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കാര്യങ്ങൾ വിചാരിച്ച പോലെ സാധ്യമാകും. എന്നിരുന്നാലും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ധനം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. കാർത്തിക നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജൂലൈ മാസം പൊതുവെ മെച്ചപ്പെട്ട ഒരു മാസമായി കാണുന്നു. സങ്കല്പങ്ങൾ യഥാർത്ഥമാവും. ഗവൺമെൻറ് ഉദ്യോഗത്തിന് യോഗം കാണുന്നു. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. പുതിയതായി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഫല്യമുണ്ടാകും. അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട അഭിവൃദ്ധി കൈവരും. ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറും. സ്വജനങ്ങളുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുകൂല സമയമാണ്. യാത്ര കൊണ്ട് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. അശ്വതി നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ പലവിധത്തിലുള്ള അനാവശ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ കുടുംബകാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും.
അതുപോലെ തന്നെ വാഹനങ്ങൾ, യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പലവിധത്തിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. എങ്കിലും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യമുണ്ടാകും. സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പണം വരവ് നോക്കാതെ ചെലവഴിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവിയും അംഗീകാരവും ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് സഹായവും തൊഴിൽ രംഗത്ത് ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കടബാധ്യതകളിൽ നിന്നും മോചനം കൈവരും. ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറും. ജീവിതരംഗത്ത് പലവിധ മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നു. ശനി, ബുധൻ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ആവുന്നതും ഒഴിവാക്കുക. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഭരണി നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യനില മെച്ചമായിരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും വാഹനയാത്രക്കാരും വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാസാന്ത്യം ഗ്രഹത്തിൽ ചില ദുരനുഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുയോജ്യമായ സമയമായി കാണുന്നു. തൊഴിൽ രംഗത്തുള്ളവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. വ്യവഹാരങ്ങളിൽ വിപരീതമായ അനുഭവം ഉണ്ടായേക്കാം. ജീവിത പങ്കാളിക്ക് സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായി ചില പടലപ്പിണക്കത്തിന് സാധ്യതയുണ്ടാകും. ബന്ധുക്കളുമായി അകൽച്ചയുണ്ടാകാതിരിക്കാനും അവരുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാർത്തിക നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. എന്നാൽ ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് മോചനമുണ്ടാകും. സ്നേഹം നടിച്ച് അടുത്തുകൂടുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ അനുഭവപ്പെട്ടേക്കാം. നിയന്ത്രിച്ച് ചിലവുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതുമൂലം പല സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. കലാകാരന്മാർക്ക് സമയം പൊതുവെ അനുകൂലമായി കാണുന്നു. നേരത്തെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാവും. ക്രയവിക്രയങ്ങളിൽ നിന്നും വിജയം കൈവരും. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർക്ക് 12 ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് 7.5 ശനിക്കാലമായതിനാൽ എല്ലാവരോടും സൗമ്യമായി പെരുമാറാനും ഒരു കാര്യത്തിലും എടുത്തുചാടി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിപ്രീതികരമായ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ഉത്തമം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.